ഭരണ നേതൃത്വങ്ങൾ മുൻപ് പത്രമാധ്യമങ്ങളെയും ചാനലുകളുമാണ് ഭയപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി മാറി. മുഖ്യധാര മാധ്യമങ്ങളെയെല്ലാം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു. ഈ സമയത്താണ് യാഥാർത്ഥ്യങ്ങളുമായി യൂട്യൂബ് ചാനലുകളും വ്ലോഗർമാരും ഇൻസ്റ്റഗ്രാം മാധ്യമ പ്രവർത്തകരും അവതരിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഭരണകൂടത്തിനൊപ്പം നിന്നപ്പോൾ ജനഹിതം അറിഞ്ഞ് പ്രവർത്തിച്ചത് സമാന്തര മാധ്യമങ്ങളായിരുന്നു. ധ്രുവറാട്ടി, രവീഷ് കുമാർ, പ്രബീർ പുർക്കായസ് തുടങ്ങിയ യൂട്യൂബർമാർ താഴെ തട്ടിലിറങ്ങി വസ്തുതകൾ റിപ്പോർട്ട് ചെയ്തു. സർക്കാരിന് വലിയ തലവേദനയാണ് ഇവർ സൃഷ്ടിച്ചത്. മൂന്നാം ഊഴ ലഭിച്ച NDA സർക്കാർ ഇവർക്ക് മൂക്കുകയറിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2024 നിർദ്ദിഷ്ട ബ്രോഡ്കാസ്റ്റിംഗ് റെഗുലേഷൻ ബില്ലിന്റെ ഏറ്റവും പുതിയ പതിപ്പിൽ നൂറുകണക്കിന് നൂലാമാലകളാണുള്ളത്. യൂട്യൂബർമാരും ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റികളും വ്ലോഗർമാരും വിവര പ്രക്ഷേപണ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യുകയും അവരുടെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുകയും വേണം. ബ്രോഡ്കാസ്റ്റിംഗ് നിയമത്തിലെ നിർദ്ദിഷ്ട മാറ്റങ്ങൾ ഡിജിറ്റൽ മീഡിയയിലൂടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്നവരുടെ വായ് മൂടിക്കെട്ടാൻ ലൈസൻസ് രാജ് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ പ്രതിച്ഛായ തകർക്കുന്നെന്ന് ഭരണ നേതൃത്വത്തിന് ബോധ്യം വന്നതായി ഈ മേഖലയിലുള്ളവർ പറയുന്നു. പല പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് ഭീമന്മാർ വാങ്ങിക്കഴിഞ്ഞു. അവരെല്ലാം ഭരണ നേതൃത്വത്തിന് വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് സർക്കാരിന് ഭീഷണിയായി യൂട്യൂബർമാരെയും ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റികളെയും വരച്ച വരയിൽ നിർത്താൻ പുതിയ ബിൽ ആയുധമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്റർനെറ്റ് ഉള്ളടക്കം ഭരണകക്ഷികളുടെ പ്രതീക്ഷകൾ അട്ടിമറിച്ചെന്ന് എല്ലാവർക്കും അറിയാം. 70 ലക്ഷത്തിനടുത്ത് വരിക്കാനുള്ള യൂട്യൂബ് ചാനൽ മാധ്യമ പ്രവർത്തകന് യുപിയിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാണുള്ളത്. ബ്രോഡ്കാസ്റ്റിംഗ് ബില്ലിലെ മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ സ്വാധീന ശക്തിയുള്ളവരുടെ ഉള്ളടക്കത്തെ ഭരണ നേതൃത്വം ഭയപ്പെട്ടിരുന്നെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് നിലവിലുള്ള ഭരണകൂട ഭീകരതയാൽ നിശബ്ദരായി കഴിയുന്ന വോട്ടർമാരെ സ്വാധീനിക്കാനും ഇവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തങ്ങൾക്കെതിരായ വാർത്തകൾ പുറംലോകം അറിയാതിരിക്കാനാണ് ഇത്തരത്തിലൊരു ബിൽ കൊണ്ടുവരുന്നതെന്ന് ഈ രംഗത്തുള്ളവർ ആരോപിക്കുന്നു. ബ്രോഡ്കാസ്റ്റിംഗ് ബില്ലിന്റെ സ്വാധീനം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങില്ലെന്ന് ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകർ പറയുന്നു. ഇത് തങ്ങളെയാകെ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്നും ഇവർ ഭയക്കുന്നു. പലരും ഐഡന്റിറ്റി വെളിപ്പെടുത്താതെയാണ് പൊളിറ്റിക്കൽ സറ്റയർ പരിപാടികൾ നടത്തുന്നത്. അത് വെളിപ്പെടുത്തിയാൽ ആർക്കും ഇവരെ കണ്ടെത്താൻ. പുതിയ ബിൽ ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകരുടെ സ്വകാര്യതയെയും സുരക്ഷയെയും ഹനിക്കുമെന്ന് ഈ മേഖലയിലുള്ളവർ ഭയപ്പെടുന്നു. ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് പേരും വിലാസവും ഫോൺ നമ്പറും നൽകേണ്ടി വരും. വനിതാ മാധ്യമ പ്രവർത്തകരാണെങ്കിൽ ഓൺലൈനിൽ ബലാത്സംഗ ഭീഷണികൾ വരെ ഉണ്ടാവും. പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഉള്ളടക്കം സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഫോൺ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാം, സ്വന്തമായി വീഡിയോകൾ എഡിറ്റ് ചെയ്യാം, വീടിന്റെ മുറിയുടെ ഭിത്തിയിൽ പച്ച ചായം പൂശിയാൽ അത് ഗ്രീൻ സ്ക്രീനായി ഉപയോഗിക്കാം. കാര്യങ്ങൾ വളരെ ലളിതമാണ്. വാർത്താ ചാനലുകൾ ദിവസവും അന്ത്യചർച്ചയിൽ പ്രചരിപ്പിക്കുന്ന വിദ്വേഷങ്ങൾക്കും വിവരക്കേടുകൾക്കും ബദൽ സൃഷ്ടിക്കുകയാണ് ഡിജിറ്റൽ മീഡിയ ചെയ്യുന്നത്. അതില്ലാതാക്കാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നു. ഇന്റർനെറ്റിനെ നിയന്ത്രിക്കാനല്ല സർക്കാർ ബില്ല് കൊണ്ടുവരുന്നത്, പകരം ഉള്ളടക്കങ്ങൾ അടക്കം മേൽനോട്ടം വഹിക്കുന്നതിനാണ്. ഏതുതരം ഉള്ളടക്കമാണ് അവർ നിയന്ത്രിക്കുന്നത് എന്നതല്ല, എന്തിനെയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നതാണ് ഭയക്കേണ്ടതെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാർ ഓൺലൈൻ ഉള്ളടക്കം സൃഷ്ടിക്കുന്നവരെ എതിർക്കുന്നില്ല എന്നത് വ്യക്തമാണ്. അവരുടെ സ്വാധീനം ശക്തിപ്പെടുത്താൻ അവരതിനെ സമർത്ഥമായി ഉപയോഗിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപ് 23 ഡിജിറ്റൽ മീഡിയ പ്രവർത്തകർക്ക് പ്രഥമ ദേശീയ ക്രിയേറ്റേഴ്സ് അവാർഡ് പ്രധാനമന്ത്രി സമ്മാനിച്ചു. ഭരണകക്ഷിയുടെ പ്രത്യയ ശാസ്ത്രപരമായ നിലപാടിൽ പ്രവർത്തിക്കുന്ന ഉള്ളടക്ക സൃഷ്ടാക്കൾക്കാണ് അവാർഡുകൾ നൽകിയത് എന്നത് ശ്രദ്ധേയമാണ്. കരട് ബില്ലിന്റെ ഔദ്യോഗിക പതിപ്പ് ഇപ്പോഴും ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയ വെബ്സൈറ്റിൽ ലഭ്യമല്ല. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം വിശദാംശങ്ങളുടെ ചോർച്ച തടയുന്നതിന് വാട്ടർമാർക്ക് ചെയ്ത കോപ്പി കുറച്ച് ഡിജിറ്റൽ മീഡിയ പ്രവർത്തകർക്ക് നൽകി. അതെല്ലാം സർക്കാരിന് വേണ്ടപ്പെട്ടവരാണ്, വിമർശകർക്ക് കൈമാറിയിട്ടില്ല. ഈ രഹസ്യാത്മകത ആശങ്കയ്ക്ക് ഇടയാക്കുമെന്ന് പലരും പറയുന്നു. അന്തേരി വെസ്റ്റ് ഷിറ്റ് പോസ്റ്റിംഗ് എന്ന തന്റെ അക്കൗണ്ടിൽ പേര് തന്നെ മാറ്റേണ്ടി വരുമെന്ന് ബൽറാം വിശ്വകർമ്മ എന്ന യൂട്യൂബർ ഭയപ്പെടുന്നു. മുംബൈ നഗരത്തിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനായി നർമ്മ വീഡിയോകളാണ് ഇയാൾ പോസ്റ്റ് ചെയ്യുന്നത്. ഷിറ്റ് എന്ന വാക്ക് സർക്കാരിന് തലവേദന സൃഷ്ടിക്കുന്നതായി അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. പാസഞ്ചർ ട്രെയിൻ യാത്രക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇയാൾ റീലുകൾ ഉണ്ടാക്കാറുണ്ട്. യാത്രക്കാരിൽ ഒരാൾ സർക്കാരിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ വിമർശനം നടത്തിയാൽ അതിന് യൂട്യൂബർ ശിക്ഷിക്കപ്പെടണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മുംബൈയിലെ ഒരു ചേരിയിലാണ് ഇയാൾ വളർന്നതെന്നും പൗരപ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതും ജീവിതാനുഭവങ്ങൾ തുറന്നുകാട്ടാൻ ഇന്റർനെറ്റ് ഉപയോഗിക്കുകയാണ്. ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ കേന്ദ്ര സർക്കാരിനെ വരെ വിമർശിക്കുകയും അവരുടെ നിലപാടുകൾക്കെതിരെ പൊതുജനാഭിപ്രായം രൂപീകരിക്കുകയും ചെയ്യാൻ ഡിജിറ്റൽ മീഡിയയ്ക്ക് കഴിയും. അതുകൊണ്ട് അവരെ വരച്ച വരയിൽ നിർത്താനാണ് പുതിയ ബില്ലുമായി സർക്കാർ അവതരിച്ചിരിക്കുന്നത്.